ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 25.76% പോളിംഗ്. ഡൽഹിയിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷിക്കുവാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് അവസാനിക്കും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇനി ഒരാഴ്ചക്കാലം ശുചീകരണ യജ്ഞം. അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർ 10 ദിവസത്തിനകം വകുപ്പ് മേധാവിയുടെ മുമ്പാകെ നേരിട്ട് ഹാജരാകണമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് തീവ്രമഴയ്ക്ക് നേരിയ ശമനം. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ടമായി 58 സീറ്റിലേക്ക് വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു. 11 മണിവരെ 25.76% പോളിംഗ് രേഖപ്പെടുത്തി. ബീഹാർ 23.67, ഹരിയാന 22.09, ഝാർഖണ്ഡ് 27.80, ഡൽഹി 21.69, ഒഡീഷ 21.30, ഉത്തർപ്രദേശ് 27.06, പശ്ചിമബംഗാൾ 36.88 എന്നിങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി ലോക്സഭാ സീറ്റിൽ 23.11% പോളിംഗ്. ഒഡീഷയിലെ 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും പുരോഗമിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ടത്തിൽ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തുടങ്ങിയവർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹോസ് ഖാസ് എൻക്ലേവിലെ MCD പ്രൈമറി സ്കൂളിൽ വോട്ട് ചെയ്തു. സംസ്ഥാന ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കുവാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് 5 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്ക് പ്രകാരം 4.5 ലക്ഷത്തിലധികം പേർ അപേക്ഷിച്ചു. ട്രയൽ അലോട്ട്മെന്റ് 29-ന് നടക്കും. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-ന് നടക്കും. മെരിറ്റ് ക്വാട്ടയിൽ അപേക്ഷിച്ചവരും പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവേശനത്തിനായി പ്രത്യേക അപേക്ഷ നൽകണം. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം കരമന സർക്കാർ ബോയ്സ് ഹൈസ്കൂളിൽ ശുചീകരണ പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്തു. ജനകീയ പങ്കാളിത്തത്തോടെ വേണം സ്കൂളുകളിൽ ശുചീകരണം നടത്തേണ്ടത്. അതിൽ അധ്യാപകരും തൊഴിലാളികളും ജനപ്രതിനിധികളും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും പങ്കാളികളാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അടുത്ത മാസം 3-നാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യ വകുപ്പ് ജീവനക്കാർ 10 ദിവസത്തിനകം വകുപ്പ് മേധാവിയുടെ മുമ്പാകെ നേരിട്ട് ഹാജരാകണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഈ സമയപരിധിക്കുള്ളിൽ സർവീസിൽ പുനഃപ്രവേശിക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ സർവീസ് ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കും. സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഈ വർഷം ഇതുവരെ 150ഓളം മഞ്ഞപ്പിത്ത കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. പരിയാരം, തൃപ്പങ്ങോട്ടൂർ, മാലൂർ പ്രദേശങ്ങളിലാണ് മഞ്ഞപ്പിത്ത ഔട്ട്ബ്രേക്കുകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചപ്പാരപ്പടവ് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത കേസുകൾ വർദ്ധിക്കുന്നതിനാൽ പ്രദേശത്ത് ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം 50-ലധികം മഞ്ഞപ്പിത്ത കേസുകളും 2 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് ചപ്പാരപ്പടവ് പഞ്ചായത്ത്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് ദിവസങ്ങളായി തുടരുന്ന തീവ്രമഴയ്ക്ക് നേരിയ ശമനം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടരുന്നതിനാൽ കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണം. പത്തനംതിട്ട ജില്ലയിൽ ഇന്നും മഴ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
പത്തനംതിട്ട ജില്ലയിൽ ഇന്നും മലയോര മേഖലയിലടക്കം മഴ തുടരുന്നുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും രാവിലെ മുതൽ ഒറ്റപ്പെട്ട മഴയാണ് ലഭിക്കുന്നത്. കോന്നി വനമേഖലയിൽപ്പെട്ട താവളപ്പാറ, ചെമ്പാല, നീരമകുളം മേഖലയിലും പമ്പയുടെ നദീതീര പ്രദേശമായ നിലയ്ക്കലുമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് നല്ല മഴയാണ് ലഭിക്കുന്നത്. ജില്ലയിൽ നിലവിൽ ഡാമുകളിൽ ഏറ്റവും കൂടുതൽ ജലമുള്ളത് മണിയാർ ഡാമിലാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ പ്രധാന നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അച്ചൻകോവിൽ നദിയുടെ പന്തളം ഭാഗത്ത് നദി കരകവിഞ്ഞിട്ടുണ്ട്. എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലയിലും വനത്തിലും മഴ ശക്തമാകുന്നത് മഴവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകാം. ഈ പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടന്നു. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൌധരി അഭിവാദ്യം സ്വീകരിച്ചു. 216 കാഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് എയർ ചീഫ് മാർഷൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മെയ് 7 ഐക്യരാഷ്ട്രസഭ നടത്തിയ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വൻകരകൾക്കപ്പുറത്ത് പ്രായലിംഗ ഭേദമടക്കമുള്ള എല്ലാ വ്യത്യാസങ്ങൾക്കും മീതെ മനുഷ്യൻ നെഞ്ചേറ്റുന്ന സുന്ദരമായ കായിക വിനോദം, അതാണ് കാൽപന്ത് കളി. ലോക ജനതയെ എക്കാലത്തും ആവേശത്തിലാക്കുന്ന വിസ്മയിപ്പിക്കുന്ന ബ്യൂട്ടിഫുൾ ഗെയിം എന്നാണ് ഫുട്ബോളിന്റെ വിശേഷണം. ലോകത്തെല്ലായിടത്തും ഒരൊറ്റ ഭാഷയാണ് ഫുട്ബോളിന്, ഒരേ വികാരവും. 1924 പാരീസ് ഒളിമ്പിക്സിലാണ് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ഫുട്ബോൾ ടീമുകൾ ആദ്യമായി ഒരു ടൂർണമെന്റിൽ മത്സരിച്ചത്. മെയ് 25 പോരാട്ടത്തിന്റെ കിക്ക് ഓഫ്. 1924 ജൂൺ 9 ഫൈനൽ. ഭൂഗോളം ഒരു പന്തിനോളം ചുരുങ്ങി വികസിച്ച ആ സുദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇതാദ്യമായി ലോകമൊന്നടങ്കം ഫുട്ബോൾ ദിനം ആഘോഷിക്കുന്നത്. സോക്കറിനെ ജീവവായു കണക്ക് നെഞ്ചേറ്റുന്ന കോടാനുകോടി ഫുട്ബോൾ പ്രേമികൾക്കുള്ള സുവർണ സമ്മാനം കൂടിയാണ് ഇനി മെയ് 25. IPL ക്രിക്കറ്റ് ഫൈനൽ നാളെ. സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ഫൈനൽ പോരാട്ടം. രാത്രി 7:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 36 റൺസിന് പരാജയപ്പെടുത്തിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിൽ പ്രവേശിച്ചത്. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ വനിതകളുടെ ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഇന്ത്യൻ താരങ്ങളായ ജ്യോതി സുരേഖ വെന്നം, പർണീത് കൌർ, അദിതി സ്വാമി എന്നിവരടങ്ങിയ ടീം ഫൈനലിൽ തുർക്കിയെ പരാജയപ്പെടുത്തി. ഇതോടെ മൂവരും ലോകകപ്പിൽ ഹാട്രിക് മെഡൽ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. 77ാമത് കാൻ ചലച്ചിത്ര മേളയിൽ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ആദരം. രാജ്യാന്തര തലത്തിൽ മികച്ച ഛായാഗ്രാഹകർക്ക് നൽകുന്ന പിയർ ആൻസിനോ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. കോഴിക്കോട് കൊടുവള്ളിക്കടുത്തുള്ള മദ്രസ ബസാറിൽ ബസ് നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി അപകടം. 5 പേർക്ക് പരിക്കേറ്റു. ബസ്സിലെ യാത്രക്കാരൻ സ്ലീപ്പർ ബെർത്തിന്റെയും കെട്ടിടത്തിന്റെ സ്ലാബിന്റെയും ഇടയിൽ കുടുങ്ങി. ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം സഞ്ചരിച്ച കാർ തോട്ടിൽ വീണു. ഹൈദരാബാദ് സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെയാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഹജ്ജ് കേന്ദ്രത്തിൽ നടക്കും. സൌദി എയർലൈൻസിന്റെ ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 279 ഹാജിമാരുമായി ജിദ്ദയിലേക്ക് യാത്ര തിരിക്കും. ജൂണിൽ ആരംഭിക്കുന്ന വിരിപ്പ് കൃഷിക്കായി ഗുണമേന്മയുള്ള നെൽവിത്തുകൾ കൃഷിഭവനിലൂടെ വിതരണം ചെയ്യാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. ഉമ, ജ്യോതി, മട്ടത്രിവേണി, കുഞ്ഞുകുഞ്ഞ്, മനുരത്ന എന്നീ ഇനങ്ങളാണ് വിതരണത്തിനായി ഒരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 25.76% പോളിംഗ്. ഡൽഹിയിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷിക്കുവാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് അവസാനിക്കും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇനി ഒരാഴ്ചക്കാലം ശുചീകരണ യജ്ഞം. അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർ 10 ദിവസത്തിനകം വകുപ്പ് മേധാവിയുടെ മുമ്പാകെ നേരിട്ട് ഹാജരാകണമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് തീവ്രമഴയ്ക്ക് നേരിയ ശമനം. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.